മുജാഹിദ് ബാലുശ്ശേരിക്ക് കാന്തപുരം ഉസ്താദിന്റെ കുരുത്തക്കേടാണ് എന്ന് പറയുന്ന ആളുകളോട് എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് ബാലുശ്ശേരി നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കാകുന്ന ഒരു കമ്പനി അദ്ദേഹത്തിൻ്റെതാണ്. മുത്തുനബി രോഗവുമായി പ്രയാസപ്പെടുന്ന സമയത്ത് അതിൻ്റെ കാര്യം കഴിഞ്ഞിട്ടോ, ഇനി തിരിച്ചു വരൂലട്ടോ, ലോകത്തിന് മുമ്പിൽ മടി കൂടാതെ പറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിന് നിരക്കാത്തതാണ്. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കേട്ടു നോക്ക്. വലൈക്കും അസ്സലാം. കേട്ടതൊക്കെ സത്യമാണ്. സംസാരവും തൊണ്ടയും ഒക്കെ പോയിരിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടിലാണ്. അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ്. ദുആ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല. 25 ഗുളികപ്പം തന്നിട്ട് കുടിക്കുക. അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ച് കളയാന്നൊന്നും അറിയില്ല. പിന്നെ നട്ടെല്ലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് നാളെ കോയമ്പത്തൂരേക്ക് പോകും. നിങ്ങൾ ദുആ ചെയ്താൽ മതി. നല്ലോണം പ്രാർത്ഥിക്കുക. കേട്ടല്ലോ സഹോദരങ്ങളെ, വല്ലാതെ ദയനീയമാകുന്ന അവസ്ഥയിലാണ് മുജാഹിദ് ബാലുശ്ശേരി. ശത്രുവിൻ്റെ രോഗാവസ്ഥ നാം ആഘോഷിക്കാൻ പാടില്ല, അതിൽ സന്തോഷിക്കാനും പാടില്ല. അതൊരു മുസ്ലിമിൻ്റെ കടമയല്ല. എന്നിരുന്നാലും മുജാഹിദ് ബാലുശ്ശേരി, നിങ്ങൾക്ക് ചിന്തിക്കാൻ ഏറെ വകയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രോഗമെന്നുള്ളത് ആർക്കും വരാം. എന്തൊക്കെ നിങ്ങൾ മഹാനായ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, അതേ അവസ്ഥ നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ നാം ഒരാളെ മോശമായി കാണരുത്, പരിഹസിക്കരുത്. ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു വരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. നാം പറയുന്ന വാക്ക് നമുക്കെതിരെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഏറെ പാഠമുണ്ട്. രോഗമുണ്ടാകുന്ന സമയത്തും ആരോഗ്യമുണ്ടാകുന്ന സമയത്തും പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നാം നല്ല മുഅ്മിനായി ജീവിക്കണം. എതിരാളിയുടെ രോഗാവസ്ഥയിൽ നാം ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ പാടില്ല. ഒരു പക്ഷെ ഇതേ രോഗം നാളെ നമുക്കും വന്നേക്കാമെന്ന ഒരു താക്കീത്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തി ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.